ലോകമെമ്പാടുമുള്ള ആരോഗ്യ മേഖലയിൽ വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ട് ജീൻ മ്യൂട്ടേഷനുകൾ സംഭവിച്ച ബീജത്തിലൂടെ ജനിച്ച കുട്ടികൾക്ക് അർബുദം സ്ഥിരീകരിച്ചതായി ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കൃത്യമായ ജനിതക പരിശോധനകളില്ലാതെ നടത്തുന്ന ബീജദാന പ്രക്രിയകളാണ് ഈ ദുരന്തത്തിന് കാരണമാകുന്നതെന്നാണ് പ്രധാന കണ്ടെത്തൽ. ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ച ബീജത്തിലുടനീളം യൂറോപ്പിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി ജനിച്ച കുട്ടികളിൽ പലർക്കും അർബുദം സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചില രാജ്യങ്ങളിൽ ക്യാൻസർ ബാധിച്ച കുട്ടികൾ മരിച്ചതായും BBC ഉൾപ്പെടെയുള്ള യൂറോപ്യൻ മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്പേം ഡോണറുടെ ശരീരത്തെ ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കുന്ന TP53 എന്ന സുപ്രധാന ജീനിലാണ് മ്യൂട്ടേഷൻ സംഭവിച്ചത്. ഡോണറുടെ ബീജത്തിൽ ഏകദേശം 20% ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ബീജം ഉപയോഗിച്ച് ജനിച്ച കുട്ടികളുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും ഈ മ്യൂട്ടേഷൻ സംഭവിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മ്യൂട്ടേഷൻ കുട്ടികളിൽ പാരമ്പര്യമായി അർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്ന ജീനുകളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് നെതർലാൻഡ്സ്, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലും മറ്റ് ഭൂഖണ്ഡങ്ങളിലുമായി ജനിച്ച നിരവധി കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ വിവിധതരം ക്യാൻസറുകൾ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ ഈ കുട്ടികളുടെ എല്ലാം ജൈവിക പിതാവ് ഒരേ ബീജദാതാവ് ആണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഇതാണ് സംഭവങ്ങളുടെ കേന്ദ്രബിന്ദു. ലീ-ഫ്രൗമെനി സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയിലുള്ളവർക്ക് 60 വയസ്സിന് മുൻപ് ക്യാൻസർ വരാനുള്ള സാധ്യത 90%-ഓളമാണ്. സ്തനാർബുദം, ട്യൂമർ, ഓസ്റ്റിയോസാർക്കോമ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. 2005 കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ പണത്തിനായി യുവാവ് ബീജം ദാനം നൽകുകയായിരുന്നു. അന്ന് നടത്തിയ പരിശോധനകളിൽ മ്യൂട്ടേഷൻ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. 14 രാജ്യങ്ങളിലെ 67 ക്ലിനിക്കുകളിലേക്കാണ് ഈ ബീജം വിതരണം ചെയ്തത്. 17 വർഷത്തിനിടയിൽ നിരവധി കുടുംബങ്ങൾ ഇത് ഉപയോഗിക്കുകയും ചെയ്തു. ലോകമെമ്പാടുമായി ഈ ബീജത്തിലൂടെ 197 മുതൽ 200ഓളം കുട്ടികൾ ജനിച്ചതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ചില രാജ്യങ്ങളിൽ കൃത്യമായ കണക്കുകൾ നൽകാത്തതിനാൽ യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലാകാൻ സാധ്യതയുണ്ട്. ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള യൂറോപ്യൻ സ്പേം ബാങ്ക് ആണ് 2023 നവംബറിൽ ഈ ജനിതക മാറ്റം സ്ഥിരീകരിച്ചത്. 2025 യൂറോപ്യൻ സൊസൈറ്റി ഓഫ് ഹ്യൂമൻ ജെനറ്റിക്സ് യോഗത്തിലാണ് ഡോക്ടർമാർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ബീജം സ്വീകരിച്ച കുട്ടികളിൽ കണ്ടെത്തി ജനിച്ച കുട്ടികളിൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തി രോഗം നേരത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. യൂറോപ്യൻ മെഡിക്കൽ ഏജൻസികളും ആരോഗ്യ വകുപ്പും ഈ ക്ലിനിക്കുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവം വലിയ ചർച്ചയായതോടെ ബീജദാനവുമായി ബന്ധപ്പെട്ട ജനിതക പരിശോധനകൾ കൂടുതൽ കർശനമാക്കണമെന്നും ഒരു ഡോണറുടെ ബീജം എത്ര കുട്ടികൾക്ക് ഉപയോഗിക്കാമെന്നതിന് അന്താരാഷ്ട്ര നിയമങ്ങൾ കൊണ്ടുവരണമെന്നുമുള്ള ശക്തമായ ആവശ്യങ്ങൾ വിവിധ സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ സംഭവം ബീജദാനത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അടിയന്തരമായി പരിഷ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. ബീജദാതാക്കൾക്ക് സമഗ്രമായ ജനിതക പരിശോധനകൾ നിർബന്ധമാക്കണം. അർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്ന ജീൻ മ്യൂട്ടേഷൻ പൂർണ്ണമായും ഒഴിവാക്കണം. ഒരു പ്രത്യേക ബീജദാതാവിൽ നിന്നും ജനിക്കാൻ സാധ്യതയുള്ള കുട്ടികളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. ദാതാവിന്റെ ആരോഗ്യ ചരിത്രവും ജനിതക വിവരങ്ങളും സ്വീകർത്താക്കളുമായി പങ്കുവയ്ക്കുന്നതിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കണം തുടങ്ങിയവയൊക്കെയാണ് ഉയർന്നുവരുന്ന ആവശ്യങ്ങൾ.